തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. മുന്നേറ്റം. പാർലമെന്റിൽ മധുരം വിതരണം ചെയ്ത സുരേഷ് ഗോപി. കേരളത്തിലെ വിജയം അങ്ങ് ഡൽഹിയിലും ആഘോഷമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി. കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേടിയ മികച്ച പ്രകടനത്തിന്റെ ആഹ്ലാദം പങ്കുവച്ച് ലോക്സഭാംഗമായ സുരേഷ് ഗോപി പാർലമെന്റിന്റെ ഇരുസഭകളിലെയും എംപിമാർക്ക് മധുരപലഹാരമായ ജിലേബി നൽകിക്കൊണ്ട് സന്തോഷം പങ്കിട്ടു. മാധ്യമങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ നേട്ടം കൈവരിക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും ചെയ്ത ബി.ജെ.പി. നേതൃത്വത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ഭരണം ലഭിക്കുന്നത്. ഈ വിജയത്തിൽ ആത്മവിശ്വാസം കൈക്കൊണ്ട കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ മികച്ച പ്രകടനം ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. തിരുവനന്തപുരത്തെ വിജയം ബി.ജെ.പിക്ക് കേവലം ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസമല്ല സമ്മാനിക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയാണ് ബി.ജെ.പിക്ക് കൈവന്നിരിക്കുന്നത്. കേരളത്തിൽ 4 സീറ്റിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യ കടമ്പയാണ് ഇപ്പോൾ കോർപ്പറേഷനിലൂടെ ബി.ജെ.പി. കടന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ചുരുങ്ങിയ കാലയളവിൽ കോർപ്പറേഷൻ പരിധിയിൽ കേന്ദ്ര പദ്ധതികൾ കൂട്ടത്തോടെ നടപ്പിലാക്കി വലിയ പുരോഗതി കൊണ്ടുവന്നുകൊണ്ടാകും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ബി.ജെ.പി. കടക്കുക. കേരളം പിടിക്കുക എന്ന കേന്ദ്ര നേതൃത്വം രംഗത്തിറക്കിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് ഇത് അഭിമാന നിമിഷമാണ്. ആദ്യ ദൗത്യത്തിന്റെ സമ്പൂർണ്ണ വിജയമായിരിക്കുകയാണ്. 2031 കേരളം പിടിക്കുക എന്ന ദീർഘവീക്ഷണത്തോടെയാകും ബി.ജെ.പിയുടെ ഇനിയുള്ള നീക്കങ്ങൾ.